അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് പീനട്ട് ബട്ടറാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പഴവും പച്ചയാണ് കേട്ടോ നിൽക്കുന്നത്. ആദ്യത്തേത് പച്ചയായിരുന്നു, ഇത് നല്ല പഴുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളികൾക്ക് പോലും വേണ്ടെന്ന്, പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഇത് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു പഴമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ ഒരുപാട് കിട്ടി, ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിൽ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടില്ലേ. ഒരുപാട് പഴുത്ത് തൂങ്ങി കിടപ്പുണ്ട്. ഉറുമ്പുകളൊക്കെ കുറേ കൊണ്ടുപോയിട്ടുണ്ട്, ബാക്കിയുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഷെയ്ക്ക് അടിക്കാനും ജ്യൂസ് അടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ പഴുത്തിട്ടുണ്ട്. പച്ച നമുക്ക് കാണാൻ പറ്റും, അത്ര സോഫ്റ്റ് അല്ല, പക്ഷേ പഴം നല്ല സോഫ്റ്റ് ആകട്ടോ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് മിൽക്കൊക്കെ ഉപയോഗിച്ച് ഷെയ്ക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയാനുണ്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായ പഴമാണ്. എന്തായാലും ഇത് ഷെയ്ക്ക് അടിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയിട്ടില്ലായിരുന്നു, അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. കൈ പിടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റാണ്. അപ്പം വായിടുമ്പോൾ അങ്ങ് അലിഞ്ഞു പോവുക കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല. എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഫ്രൂട്ട്സ്. ബാക്കി ഷേക്ക് അടിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ.